ഹായ് ഫ്രണ്ട്സ്, നഴ്സസ് ഗൈഡ് മലയാളത്തിന്റെ ഇന്നത്തെ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പാർട്ട് 4. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ കേസ് ഓഫ് എ ന്യൂ ബോൺ ഹൂസ് മദർ ഹാസ് ഹാഡ് അൺട്രീറ്റഡ് സിഫിലിസ് സിൻസ് ദ സെക്കൻഡ് ട്രൈമസ്റ്റർ, which of the following is an appropriate line of action? Option A, examining the newborn for cleft palate. Option B, testing for congenital syphilis. Option C, test for muscle hypotonicity. Option D, assess for maculopapillar lesions of the sole of the newborn. Correct answer is option B, testing for congenital syphilis. സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ അമ്മയ്ക്ക് അൺട്രീറ്റഡ് സിഫിലിസ് ഉണ്ടായിരുന്നുവെങ്കിൽ കുഞ്ഞിന് കൺജനൈറ്റലായി ട്രിപ്പോണിമ പല്ലിഡം ഇൻഫെക്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജനിച്ച ഉടൻ തന്നെ സിഫിലിസിന്റെ ഫിസിക്കൽ സൈൻസ് ഡിറ്റക്ട് ചെയ്യുവാൻ വിഷമമാണ്. അതിനാൽ ന്യൂബോണിന് കൺജനൈറ്റൽ സിഫിലിസ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നത് ടെസ്റ്റ് ചെയ്യണം. അതേസമയം ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആയിട്ടുള്ള മാക്കുലോപാപ്പുലാർ ലീഷൻസ്, ഇത് സിഫിലിസ് ഉള്ള കുഞ്ഞിന് 3 മാസം ആകുമ്പോൾ മാത്രമേ കാണാൻ തുടങ്ങുകയുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. എ മദർ ഹു ഈസ് ORH പോസിറ്റീവ് gives birth at 10 AM to a newborn with BRH negative blood. The same day at midnight, on examination, the skin of the newborn appears yellow. Which of the following could be the most likely cause? Option A, ABO incompatibility. Option B, neonatal sepsis. Option C, RH incompatibility. Option D, physiological jaundice. Correct answer is option A, ABO incompatibility. ABO ഇൻകമ്പാറ്റബിലിറ്റി എന്നത് ഒരു ആന്റിജൻ ആന്റിബോഡി ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഒരാളുടെ ശരീരത്തിലെ RBC മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഇത് പ്രധാനമായും ഉണ്ടാകുന്നത്. അത് നമുക്കറിയാം, നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോഴൊക്കെ ആദ്യം ABO ഇൻകമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് സാധാരണ O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരിലാണ് കാണുന്നത്. ഇവിടെ മദർ O ഗ്രൂപ്പും കുട്ടി B ഗ്രൂപ്പുമാണ്. മദർ RH പോസിറ്റീവ് ആയതിനാൽ ഇവിടെ എന്താ, RH ഇൻകമ്പാറ്റബിലിറ്റി ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ്. സാധ്യത കുറവാണെന്നല്ല, സാധ്യത ഇല്ല. ഡെലിവറി കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്ന ജോണ്ടിസിനെയാണ് നമ്മൾ പാത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. അതൊരിക്കലും ഫിസിയോളജിക്കൽ ജോണ്ടിസ് ആവാനുള്ള സാധ്യതയുമില്ല. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ABO ഇൻകമ്പാറ്റബിലിറ്റി. അടുത്ത ചോദ്യം നോക്കാം. After birth of a healthy neonate, the ductus arteriosus become the option A, vesical ligament. Option B, ligamentum teres. Option C, venous ligament. Option D, ligamentum arteriosum. Correct answer is option D, ligamentum arteriosum. ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന ബ്ലഡ് വെസൽ പൾമനറി ആർട്ടറിയെയും അയോട്ടിക് ആർച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഇത് ഫീറ്റൽ ലങ്സിന് ബൈപ്പാസ് ചെയ്യുന്നു. സാധാരണ ഇതിന്റെ ഫങ്ഷണൽ ക്ലോഷർ സംഭവിക്കുന്നത് ജനിച്ച ഉടനെയാണ്. ജനിച്ച ഉടനെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ സംഭവിക്കും. അതേസമയം അനാറ്റമിക്കൽ ക്ലോഷർ സംഭവിക്കുന്നത് ഡെലിവറി കഴിഞ്ഞ് 10 ദിവസമെങ്കിലും എടുക്കും. ഫൊറാമൻ ഒവേൽ ജനിച്ച ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ക്ലോസ് ആവുന്നു. ഇനി നമുക്ക് ഇതൊക്കെ എന്താണ്, ഒന്ന് ഫീറ്റൽ സർക്കുലേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കാം. ഫീറ്റൽ സർക്കുലേഷനിൽ വരുന്ന 3 പ്രധാനപ്പെട്ട ഷൺസ് ആണ് ഡക്ടസ് വീനോസസ്, ഡക്ടസ് ആർട്ടീരിയോസസ്, ഫൊറാമൻ ഒവേൽ എന്നിവ. ഇനി ഇത് എവിടെയൊക്കെ വരുന്നത് നമുക്ക് ഈ സർക്കുലേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം തന്നെ, അതായത് ഒരു അംബിലിക്കൽ കോഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ബ്ലഡ് വെസൽസ് ആണ് ഒരു അംബിലിക്കൽ വെയിനും 2 അംബിലിക്കൽ ആർട്ടറിയും. ഇനി അംബിലിക്കൽ വെയിനിലൂടെയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് പാസ് ചെയ്യുന്നത്.
അപ്പോൾ മിക്കവാറും ചോദിക്കാറുള്ള ചോദ്യത്തിൽ ഒന്നാണ് എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെയിൻ. അതിൽ ഒരു ആൻസർ വരുന്നത് പറഞ്ഞാൽ അംബിലിക്കൽ വെയിൻ, പിന്നെ ഒന്ന് വരുന്നത് പൾമനറി വെയിൻ. പൾമനറി ആർട്ടറിയും പൾമനറി വെയിനും നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത് പൾമനറി വെയിനും ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത് പൾമനറി ആർട്ടറിയുമാണ്. അപ്പോൾ അംബിലിക്കൽ വെയിനിലൂടെ പ്ലാസന്റയിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫീറ്റസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഫീറ്റസിന്റെ ലിവറിലേക്ക് ഒരു ചെറിയ ബ്രാഞ്ച് പാസ് ചെയ്തു പോകുന്നു. ഓക്സിജനേറ്റഡ് ബ്ലഡ് ലിവറിൽ കൊടുക്കുന്നു. പിന്നെ ഈ അംബിലിക്കൽ വെയിൻ പോയി എവിടെ? ഇൻഫീരിയർ വീനക്കാവയിലോട്ടാണ് ചെന്ന് ചേരുന്നത്. ഇവിടെ ഇൻഫീരിയർ വീനക്കാവയിൽ ചേരുന്ന ഭാഗത്ത്, ഇത് രണ്ടും ചേരുന്ന ആ ഭാഗത്താണ് ഡക്ടസ് വീനോസസ്. അതായത് രണ്ട് വെയിൻസ്, അംബിലിക്കൽ വെയിനും ഇൻഫീരിയർ വീനക്കാവയും ജോയിന്റ് ചെയ്യുന്ന ഭാഗമാണ് ഡക്ടസ് വീനോസസ്. ഇനി ഇൻഫീരിയർ വീനക്കാവയിലൂടെ ഈ ബ്ലഡ് എവിടെ പോയി പാസ് ചെയ്തു പോയി റൈറ്റ് ആട്രിയത്തിൽ എത്തുന്നു. റൈറ്റ് ആട്രിയത്തിൽ എത്തുന്ന ബ്ലഡിന്റെ ഭൂരിഭാഗം ഭാഗവും ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് പാസ് ചെയ്തു പോകുന്നു. സാധാരണ റൈറ്റ് ആട്രിയത്തിൽ എത്തുന്നത്, നോർമൽ അഡൽട്ടിൽ റൈറ്റ് ആട്രിയത്തിൽ എത്തുന്ന ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലോട്ടാണ് പാസ് ചെയ്തു പോകുന്നത്. പക്ഷെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ റൈറ്റ് ആട്രിയത്തിൽ നിന്നും നേരെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ടാണ് ബ്ലഡ് പാസ് ചെയ്യുന്നത്. അത് പാസ് ചെയ്യുന്ന ആ ഓപ്പണിങ്ങിന്റെ പേരാണ് ഫൊറാമൻ ഒവൈൽ എന്ന് പറയുന്നത്. ഫൊറാമൻ ഒവൈൽ. ഇനി റൈറ്റ് ആട്രിയത്തിൽ ബാക്കിയുള്ള ബ്ലഡ് എങ്ങോട്ട് പോവും? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പാസ് ചെയ്തു പോവും. എന്നിട്ട് ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമനറി ആർട്ടറിയിലൂടെ ലങ്സിലോട്ട് പോവും. ഈ ലങ്സിലോട്ട് പൾമനറി ആർട്ടറിയിലോട്ട് പോകുമ്പോൾ അവിടുന്ന് ലങ്സിനെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു കണക്ഷൻ ഉണ്ട്. ഈ പൾമനറി ആർട്ടറി ഡയറക്റ്റ് ആർച്ച് ഓഫ് അയോർട്ടയിലോട്ട് കണക്ട് ആവുന്നു. ആ ഓപ്പണിങ്ങിനെയാണ് ഡക്ടസ് ആർട്ടീരിയോസസ്, അതായത് രണ്ട് ആർട്ടറികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഓർത്തിരിക്കുക, പൾമനറി ആർട്ടറിയും അയോർട്ട, ആർച്ച് ഓഫ് അയോർട്ടയും തമ്മിലുള്ള കണക്ഷൻ വരുന്നതാണ് ഡക്ടസ് ആർട്ടീരിയോസസ്. അപ്പൊ മൂന്ന് നമ്മൾ പഠിച്ചു: ഡക്ടസ് വീനോസസ്, ഡക്ടസ് ആർട്ടീരിയോസസ്, ഫൊറാമൻ ഒവൈൽ എന്നിവ. ഇനി ഡക്ടസ് ആർട്ടീരിയോസസിലൂടെ അയോർട്ടയിലെത്തിയ ബ്ലഡ് ബോഡിയുടെ എല്ലാ പാർട്ടിലോട്ടും പമ്പ് ചെയ്തു പോകുന്നു. ഏകദേശം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അംബിലിക്കൽ വെയിൻ ഒരെണ്ണേ ഉള്ളൂ, രണ്ട് അംബിലിക്കൽ ആർട്ടറി ഉണ്ട്. ഇനി അംബിലിക്കൽ വെയിനും അംബിലിക്കൽ ആർട്ടറിയും അംബിലിക്കൽ കോഡിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിന്റെ ചുറ്റുമുള്ള ഒരു ജെല്ലിയാണ് വാട്സൺസ് ജെല്ലി എന്ന് പറയുന്നത്. പിന്നെ ഡക്ടസ് ആർട്ടീരിയോസസ്, ഡക്ടസ് വീനോസസ്, ഫൊറാമൻ ഒവൈൽ എന്നിവയും പഠിച്ചു. ഇനി ഇത് ആഫ്റ്റർ ബർത്ത്, കൊച്ചുണ്ടായതിനു ശേഷം ഇതിനൊക്കെ എന്തൊക്കെ പേരിലാണ് വിളിക്കുന്നത് നോക്കാം. ഡക്ടസ് വീനോസസിനെ ലിഗമെന്റം വീനോസം എന്ന് വിളിക്കും. ഡക്ടസ് ആർട്ടീരിയോസസിനെ ലിഗമെന്റം ആർട്ടീരിയോസം എന്ന് വിളിക്കുന്നു. ഫൊറാമൻ ഒവൈലിനെ ഫോസ ഒവാലിസ് എന്നും വിളിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ന്യൂബോൺ ഹാസ് മെയിൻലി വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി? ഓപ്ഷൻ എ വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഓപ്ഷൻ ബി വൈറ്റമിൻ കെ, ഓപ്ഷൻ സി വൈറ്റമിൻ സി, ഓപ്ഷൻ ഡി വൈറ്റമിൻ എ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വൈറ്റമിൻ കെ. എന്താണ്? ന്യൂബോൺസിന്റെ കോളൻ എന്ന് പറയുന്നത് വളരെ സ്റ്റെറൈൽ ആയിരിക്കും. കാരണം അതിനകത്ത് ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഉണ്ടാവില്ല. ബാക്ടീരിയ കോളനൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ വൈറ്റമിൻ കെ സിന്തസൈസ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ബാക്ടീരിയാസിനെ ആവശ്യമാണ്. അപ്പൊ ഈ ബാക്ടീരിയ കുഞ്ഞിന്റെ ഗട്ടിൽ, കോളനിൽ ഉണ്ടാവണമെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അകത്തോട്ട് ചെന്നതിന് ശേഷം മാത്രമേ ഈ ബാക്ടീരിയാസ് കോളനൈസ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ജനിച്ച ഉടനെയുള്ള കുഞ്ഞിന് വൈറ്റമിൻ കെ സിന്തസൈസ് ചെയ്യുന്നതിന് ആവശ്യമായ ബാക്ടീരിയകൾ ലഭിക്കാത്തത് കൊണ്ട് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. വൈറ്റമിൻ കെ 1 മില്ലിഗ്രാം IM ഇഞ്ചക്ഷൻ ആണ് എടുക്കുന്നത്. ഓർത്തിരിക്കുക, വൈറ്റമിൻ കെ 1 മില്ലിഗ്രാം ആണ് കുഞ്ഞിന് കൊടുക്കുന്നത്. അതും IM ഇഞ്ചക്ഷനായാണ് കൊടുക്കുന്നത്.
വൈറ്റമിൻ കെ ഇനി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക? വൈറ്റമിൻ കെ കൂടുതലായിട്ട് കുഞ്ഞിന് കൊടുത്താൽ ഹീമോലിറ്റിക് അനീമിയ, ഹൈപ്പർ ബിലിറൂബിനീമിയ, കെർണിക്-ടെറസ് എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ വൈറ്റമിൻ കെ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? വൈറ്റമിൻ കെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയ സെക്കൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ, 7th ഫാക്ടർ, 9th ഫാക്ടർ, 10th ഫാക്ടർ എന്നിവയുടെ സിന്തസൈസിന് അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. In infants, anterior fontanelle closes at the age of option A 10 to 12 months, option B 12 to 14 months, option C 12 to 18 months, option D 10 to 16 months. Correct answer is option C 12 to 18 months. Anterior fontanelle അഥവാ ബ്രഗ്മ എന്ന് പറയും. ഇത് ഡയമണ്ട് ഷേപ്പിലുള്ളതാണ്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇതാണ് ആന്റീരിയർ ഫോണ്ടനല്ലേ എന്ന് പറയുന്നത്. ഇതിന്റെ ഷേപ്പ് ഡയമണ്ട് ഷേപ്പാണ്. എന്തുകൊണ്ടാണ് ഇതിന് ഡയമണ്ട് ഷേപ്പ് വന്നിരിക്കുന്നത്? 4 സൈഡിലും 4 സ്യൂച്ചേഴ്സിന്റെ നാല് സ്യൂച്ചേഴ്സ് കൂടിച്ചേരുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇത് ഡയമണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്നത്. 4 സ്യൂച്ചേഴ്സ് കൂടിച്ചേരുന്നതുകൊണ്ടാണ് ഇത് ഡയമണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്നത്. ഇനി ഏതൊക്കെ സ്യൂച്ചേഴ്സ് ആണ്? കൊറോണൽ സ്യൂച്ചർ, ഫ്രണ്ടൽ സ്യൂച്ചർ, സജൈറ്റൽ സ്യൂച്ചേഴ്സ് എന്നിവ ചേർന്നാണ് ആന്റീരിയർ ഫോണ്ടനല് ഉണ്ടായിരിക്കുന്നത്. 2 സൈഡിലും കൊറോണൽ സ്യൂച്ചേഴ്സ്, പിന്നെ ഒരു ഫ്രണ്ടൽ സ്യൂച്ചർ, നടുക്കുള്ള സജൈറ്റൽ സ്യൂച്ചർ. ഇത് ക്ലോസ് ആകുന്നത് 12 to 18 മന്ത്സിലാണ്. ഇനി പോസ്റ്റീരിയർ ഫോണ്ടനല് നോക്കാം. പോസ്റ്റീരിയർ ഫോണ്ടനല് എന്ന് പറയുന്നത് 3 സ്യൂച്ചേഴ്സ് കൂടിച്ചേരുന്നതാണ്. അതായത് ലാംഡോയിഡ് സ്യൂച്ചേഴ്സും സജൈറ്റൽ സ്യൂച്ചറും കൂടിച്ചേർന്നാണ്. ഇതാണ് സജൈറ്റൽ സ്യൂച്ചർ. പിന്നെ 2 സൈഡിലെയും ലാംഡോയിഡ് സ്യൂച്ചേഴ്സും കൂടിച്ചേരുന്നതിനാണ് പോസ്റ്റീരിയർ ഫോണ്ടനല്ലേ എന്ന് പറയുന്നത്. ഇത് 3 സ്യൂച്ചേഴ്സ് കൂടിച്ചേർന്നുകൊണ്ട് ട്രയാങ്കുലർ ഷേപ്പിലാണുള്ളത്. ഇത് ക്ലോസ് ആകുന്നത് 6 to 8 വീക്സിലാണ്. ഇനി കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മൊത്തം 6 ഫോണ്ടനൽസ് ഉണ്ട്. 4 മൈനറും 2 മേജറും. ഈ മൈനറിൽ വരുന്നത് 2 ആന്റീരിയോ ലാറ്ററലും 2 പോസ്റ്റീരിയോ ലാറ്ററുമാണ്. 2 മേജറിൽ വരുന്നത് ആന്റീരിയർ ഫോണ്ടനല്ലയും പോസ്റ്റീരിയർ ഫോണ്ടനല്ലേ. അപ്പോൾ അറ്റ് ബർത്ത് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എത്ര ഫോണ്ടനല്ലേസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 6 ഫോണ്ടനല്ലേസ് ഉണ്ടെന്നാണ്. കാരണം 4 മൈനറും 2 മേജറും. ഇനി അടുത്ത ചോദ്യം നോക്കാം. Which milk more satisfy the baby's hunger? Option A colostrum, option B fore milk, option C transitional milk, option D hind milk. Correct answer is option D hind milk. കൊളോസ്ട്രം എന്നത് ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ 3 ദിവസം സെക്രീറ്റ് ചെയ്യുന്ന തിക്ക് യെല്ലോ കളറിലുള്ള മിൽക്കാണ്. ഇതിൽ IgA പോലെയുള്ള ആന്റിബോഡീസ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എന്നിവ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. ഇനി ട്രാൻസിഷണൽ മിൽക്ക്. ട്രാൻസിഷണൽ മിൽക്ക് എന്നത് ആദ്യത്തെ 3 ദിവസം കൊളോസ്ട്രം, അതിനുശേഷം ഒരു 15 ദിവസത്തോളം വരുന്നതാണ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ട്രാൻസിഷണൽ മിൽക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഫോർ മിൽക്ക്, ഹൈൻഡ് മിൽക്ക് എന്നിവ എന്താണെന്ന് നോക്കാം. ഫോർ മിൽക്ക് എന്നത് ഒരു കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന മിൽക്കാണ് ഫോർ മിൽക്ക് എന്ന് പറയുന്നത്. അതേസമയം ഹൈൻഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രസ്റ്റിലെ മിൽക്ക്, അതായത് കുഞ്ഞ് കുടിച്ച് തീരാനാകുമ്പോൾ അവസാന ഭാഗത്തോട്ട് ഉള്ള മിൽക്ക്, അതായത് ലാസ്റ്റിൽ വരുന്ന മിൽക്കാണ് ഹൈൻഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ മിൽക്കിൽ കൂടുതലായും വാട്ടർ കണ്ടന്റ് ആണ്. ഫോർ മിൽക്കിലുള്ള വാട്ടർ കണ്ടന്റും പ്രോട്ടീൻ, വൈറ്റമിൻ, ഷുഗർ എന്നിവയാണ് കൂടുതലായിട്ടുള്ളത്. ഹൈൻഡ് മിൽക്കിൽ കൂടുതലായിട്ടും ഫാറ്റും എനർജിയുമാണ്. അതിനാലാണ് ഹൈൻഡ് മിൽക്ക് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വിശപ്പ് കൂടുതലായി മാറും എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ മിൽക്കിൽ 100 ml മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ 70 കിലോ കലോറി എനർജി ഉണ്ടാവും. അടുത്ത ചോദ്യം നോക്കാം. Why cow's milk diluted 4:1 for first 6 to 8 weeks of birth? Option A high content of sugar, option B high content of fat, option C high content of protein and sodium, option D all options are right.
കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹൈ കണ്ടന്റ് ഓഫ് പ്രോട്ടീൻ ആൻഡ് സോഡിയം. കൗസ് മിൽക്കിൽ ഷുഗർ കുറവാണ്. അതായത് ഹ്യൂമൻ മിൽക്കിൽ ഷുഗറിന്റെ ലാക്ടോസ് ഷുഗർ 7.5 ഗ്രാം പെർ ഡെസിലിറ്ററും കൗസ് മിൽക്കിൽ 4.5 ഗ്രാം പെർ ഡെസിലിറ്ററുമാണ്. ഫാറ്റിന്റെ അളവ് രണ്ടിലും ഒരുപോലെയാണ്. അതേസമയം കൗസ് മിൽക്കിൽ പ്രോട്ടീൻ 3 മടങ്ങ് കൂടുതലാണ്. പ്രോട്ടീനോടൊപ്പം തന്നെ സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, ഫോസ്ഫറസ് എന്നിവയും കൗസ് മിൽക്കിൽ കൂടുതലാണ്. ഇത് കുഞ്ഞിന്റെ ഇമ്മച്ചുറായ കിഡ്നിക്ക് ലോഡ് വളരെയധികം കൂട്ടുന്നു. അതിനാൽ നമ്മൾ എപ്പോഴും കുഞ്ഞിന് പശുവിൻ പാല് കൊടുക്കുന്ന സമയത്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് തിളപ്പിച്ച ശേഷം മാത്രമേ കൊടുക്കാവൂ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, കൗസ് മിൽക്കിൽ അയൺ കണ്ടന്റ് ഹ്യൂമൻ മിൽക്കിനേക്കാളും വളരെ കുറവാണ്. കൗസ് മിൽക്കിൽ അയൺ കണ്ടന്റ് ഇവിടെ നോക്കൂ, പ്രോട്ടീൻ കണ്ടന്റ് ഹ്യൂമൻ മിൽക്കിൽ 1.5% ഉള്ളൂ, കൗസ് മിൽക്കിൽ 3.5% ഉണ്ട്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The most appropriate time for introducing complementary feeds in children is option A, after 6 months, option B, after 4 months, option C, after 2 months, option D, after 8 months. Correct answer is option A, after 6 months. 6 മാസം വരെ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാവൂ. അതിനുശേഷം പാല് കൊടുക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞിന് ആവശ്യമായ എക്സ്ട്രാ എനർജിക്ക് ആവശ്യമായ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തു തുടങ്ങാം. ഇങ്ങനെ കൊടുത്തു തുടങ്ങുന്നതിനെയാണ് നമ്മൾ വീനിങ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മാക്സിമം അബ്ഗാർ സ്കോർ ഈസ് ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 20. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 10. അബ്ഗാർ സ്കോർ എന്നത് ജനിച്ച ഉടനെ കുഞ്ഞിന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഇത് ജനിച്ച് 1 മിനിറ്റിലും 5 മിനിറ്റിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിന്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 10 ആണ്. 7 മുതൽ 10 വരെ ആണെങ്കിൽ ഗുഡ് ടു എക്സലന്റ്, 4 to 6 ആണെങ്കിൽ ഫെയർ, ലെസ് ദാൻ 4 4ൽ കുറവാണെങ്കിൽ പുവർ കണ്ടീഷൻ എന്നിങ്ങനെയാണ്. ഇനി അബ്ഗാർ സ്കോറിലെ ഓരോന്നും എന്തൊക്കെയാണ്? എ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി, പി എന്ന് പറഞ്ഞാൽ പൾസ്, ജി എന്ന് പറഞ്ഞാൽ ഗ്രിമേസ്, എ എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ്, ആർ എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ. അബ്ഗാർ. അടുത്ത ചോദ്യം നോക്കാം. The light of which color is used to treat neonatal jaundice? Red light, option B yellow light, option C orange light, option D blue light. Correct answer is option D blue light. ഫോട്ടോതെറാപ്പിക്ക് ഉപയോഗിക്കുന്നത് നീല നിറത്തിലുള്ള ലൈറ്റ് ആണ്. ഇതിന്റെ വേവ് ലെങ്ത് 420 to 480 നാനോമീറ്റർ ആണ്. ഈ ബ്ലൂ ലൈറ്റ് ബിലിറൂബിൻ പിഗ്മെന്റ് അബ്സോർബ് ചെയ്യുന്നു. ബ്ലൂ ലൈറ്റ് മാത്രം ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേബിയുടെ സ്കിൻ ഒബ്സർവ് ചെയ്യുമ്പോൾ, സ്കിൻ കളർ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇത് ഇന്റർഫിയർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ബ്ലൂ ലൈറ്റിനോടൊപ്പം തന്നെ വൈറ്റ് ലൈറ്റും കോമ്പിനേഷനായി യൂസ് ചെയ്യുന്നു. അതുപോലെ ഫോട്ടോതെറാപ്പി കൊടുക്കുന്ന ഒരു ബേബിയുടെ കണ്ണുകളും ജെനിറ്റേലിയയും കവർ ചെയ്തിരിക്കണം. ബേബിയെ ലൈറ്റ് സോഴ്സിൽ നിന്നും 45 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വേണം വെക്കുവാൻ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഓർത്തിരിക്കുക, 45 സെന്റിമീറ്ററും പിന്നെ ബ്ലൂ ലൈറ്റിന്റെ വേവ് ലെങ്ത് 420 to 480 നാനോമീറ്റർ. ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഫോട്ടോതെറാപ്പി തുടങ്ങുന്നതിന് മുമ്പ് 72 അവേഴ്സിന് ശേഷവും ബ്ലഡ് സാമ്പിൾ സെൻഡ് ചെയ്യണം. ഇനി ഫോട്ടോതെറാപ്പിയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസും ഉണ്ട്, ലോങ് ടേം കോംപ്ലിക്കേഷൻസും ഉണ്ട്. ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ് ഡീഹൈഡ്രേഷൻ, ഹൈപ്പോതെർമിയ, ഹൈപ്പർതെർമിയ, ലൂസ് സ്റ്റൂൾ, ബ്രോൺസ് ബേബി സിൻഡ്രോം, സ്കിൻ റാഷ്, ഹൈപ്പോകാൽസീമിയ എന്നിവ. ലോങ് ടേം കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ് എൻഡോക്രൈൻ ഡിസ്റ്റർബൻസസും സെക്ഷുവൽ മെച്ചുറേഷൻ ഡിസ്റ്റർബൻസസ്, റെറ്റിനൽ ഡാമേജ്, സ്കിൻ ക്യാൻസർ എന്നിവ. ഇനി ബ്രോൺസ് ബേബി സിൻഡ്രോം എന്താണെന്ന് നോക്കാം. ബ്രോൺസ് ബേബി സിൻഡ്രോം എന്നാൽ സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻ, യൂറിൻ എന്നിവയ്ക്ക് ഡാർക്ക് ഗ്രേ ബ്രൗൺ പിഗ്മെന്റേഷൻ വരുന്നതാണ് ബ്രോൺസ് ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത്.
So thank you for watching this video.